Dear students, good morning. ഓപ്പൺ സോഴ്സിൻ്റെ ഫസ്റ്റ് മോഡ്യൂളിലെ അവസാനത്തെ ഒരു ഭാഗമാണ് നെറ്റ്വർക്ക്. പിന്നെ ഒരു ചെറിയൊരു ടോപ്പിക്കേ ഉള്ളൂ, ക്ലയൻറ്റ് സെർവർ. അതോടുകൂടി ഈ ഒരു ഫസ്റ്റ് മോഡ്യൂൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്താണ് നെറ്റ്വർക്ക് എന്നാണ് പറയുന്നത്. ഒരുവിധം എല്ലാവർക്കും അറിയുന്നൊരു ടേമാണ് നെറ്റ്വർക്ക്. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സാണ് നെറ്റ്വർക്ക്. നമ്മുടെ ഈ കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ കളക്ഷൻ ഓഫ് ഡിവൈസ്, അത് നമ്മുടെ ഉദ്ദേശം കമ്പ്യൂട്ടേഴ്സിൻ്റെ കളക്ഷനാണ്. അവയെ പരസ്പരം കണക്റ്റ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കണം. വെറുതെ അവിടെ ഇരുന്ന കമ്പ്യൂട്ടേഴ്സ് എല്ലാം കൂടി ചെന്ന് നെറ്റ്വർക്ക് ആവില്ല. അവയിൽ എന്താണ് ഇൻഫർമേഷൻസ് കൈമാറാനുള്ളൊരു മീഡിയ ആവശ്യമാണ്. അത്തരത്തിലുള്ള കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിനെയാണ്, അല്ലെങ്കിൽ ഇൻ്റർ കണക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിനെയാണ് നെറ്റ്വർക്ക്. ഒറ്റ വാക്ക് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ഇൻ്റർ കണക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയാം. അതാണ് നെറ്റ്വർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ടു ഷെയർ ഇൻഫർമേഷൻ ആൻഡ് റിസോഴ്സസ്. പരസ്പരം കമ്പ്യൂട്ടറുകളെ രണ്ടോ അതിൽ കൂടുതലോ കമ്പ്യൂട്ടറുകളെ പരസ്പരം കൂട്ടിച്ചേർത്ത് അതിലൂടെ ഇൻഫർമേഷൻസ് കൈമാറുന്ന രീതിയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളുണ്ട്. പാൻ, ലാൻ, മാൻ, വാൻ, ബാൻ, അങ്ങനെ ഒരുപാടെണ്ണമുണ്ട്. അതായത് ഇപ്പോൾ ഏറ്റവും ചെറിയ ബോഡി ഏരിയ നെറ്റ്വർക്ക് വരെ, അതായത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള നെറ്റ്വർക്ക് വരെ ഉണ്ട്. അറിയാത്തതായിട്ടുള്ള ഒരുപാട് നെറ്റ്വർക്കുകൾ പുതിയതായിട്ടും ഉണ്ടായിരിക്കാം. ഒരുപാട് നെറ്റ്വർക്കുകളുണ്ട്. പക്ഷെ നമ്മളൊരു നെറ്റ്വർക്ക് പഠിക്കുമ്പോൾ കോമൺ ആയിട്ട് പഠിക്കുന്ന ഒരു 3 നെറ്റ്വർക്കുകളുണ്ട്: ലാൻ, വാൻ, മാൻ. അതിലും തന്നെ ഇപ്പോൾ മാൻ എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് കുറച്ചും കൊണ്ട് മാന് സിലബസിൽ അധികം പറയാറില്ല. ഇപ്പോൾ ലാനും വാനും പറയാറുള്ളൂ. നിങ്ങളുടെ സിലബസിലും ലാനും വാനുമാണ് സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കുറേ കമ്പ്യൂട്ടറുകളെ പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ളൊരു സിസ്റ്റം കണ്ടില്ലേ? കുറേ കമ്പ്യൂട്ടേഴ്സ്, ഒരു 8 കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. അവയെ പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട്. അതൊരു നെറ്റ്വർക്ക്. നെറ്റ്വർക്ക് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഡിപ്പെൻഡിങ് ഓൺ സൈസ്, കോംപ്ലക്സിറ്റി, ലെവൽ ഓഫ് സെക്യൂരിറ്റി ഓർ ജിയോഗ്രഫിക്കൽ റേഞ്ച്. നെറ്റ്വർക്കിന് കാറ്റഗറൈസ് ചെയ്യുന്നതാണ് സൈസിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാവാം, അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലക്സിറ്റി ലെവൽ, സെക്യൂരിറ്റീൻ്റെ കോംപ്ലക്സിറ്റി ലെവൽ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ഏരിയ എത്രത്തോളം കവർ ചെയ്യുന്നുണ്ട്, അങ്ങനെ എല്ലാം നോക്കിക്കൊണ്ടാണ് കാറ്റഗറൈസ് ചെയ്യൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ലാൻ, വാൻ, മാൻ പോലുള്ള ഏത് നെറ്റ്വർക്ക് പറയുമ്പോഴും അതിൻ്റെ ഒരു സൈസ്, അത് എത്രത്തോളം ഭാഗം കവർ ചെയ്യും, പിന്നെ അതിൻ്റെ ഒരു സെക്യൂരിറ്റി ലെവലിൻ്റെ കോംപ്ലക്സിറ്റി എത്രത്തോളം ഉണ്ട്, അത് എത്രത്തോളം ജോഗ്രഫിക്കൽ ഏരിയ കവർ ചെയ്യും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആണ് ഡിവിഷനിൽ നമ്മൾ പറയാം. കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെയാണ് കമ്പയർ ചെയ്യേണ്ടത്. വി വിൽ ഡിസ്കസ് സം ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ ടോപ്പോളജീസ് ബേസ്ഡ് ഓൺ ജോഗ്രഫിക്കൽ സ്പ്രെഡ്. നമ്മൾ കുറച്ച് ഇതുപോലുള്ള ടോപ്പോളജീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ട്രക്ചറാണ്. കമ്പ്യൂട്ടറുകളെ പരസ്പരം കണക്ട് ചെയ്യുന്നത് പല പല സ്ട്രക്ചർ രൂപത്തിലായിരിക്കാം. ഇപ്പോൾ നിങ്ങളിവിടെ ഒരു ഫിഗർ കണ്ടു. ഇത് സാധാ ഒരു ഫിഗറാണ്. ഇതിന് നമുക്ക് വീൽ ഷേപ്പിൽ, റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കാം. വീൽ നെറ്റ്വർക്ക് എന്ന് പറയും. സ്റ്റാർ ഷേപ്പിലുണ്ടാക്കാം, ബസ് ഷേപ്പിലുണ്ടാക്കാം, അങ്ങനെ പലതരത്തിലുണ്ടാക്കാം. അപ്പോൾ അതിന് ഓരോന്നിനും ടോപ്പോളജി എന്ന് പറയും. ടോപ്പോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറുടെ പരസ്പരം കണക്ട് ചെയ്തതിൻ്റെ ഡയഗ്രമാറ്റിക് ഫോർമാറ്റ് എങ്ങനെയാണോ അതിനെയാണ് ടോപ്പോളജി എന്ന് പറയുന്നത്. ജസ്റ്റ് ആ പേര് വന്നുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വി വിൽ ഡിസ്കസ് സം ഓഫ് മോസ്റ്റ് പോപ്പുലർ ടോപ്പോളജി ബേസ്ഡ് ഓൺ ജോഗ്രഫിക്കൽ സ്പ്രെഡ്. എത്രത്തോളം ജോഗ്രഫിക്കൽ ഏരിയ കവർ ചെയ്യുന്നുള്ളത് അതിൻ്റെ ഒരു ടോപ്പോളജീനെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുക. അങ്ങനെ ഫസ്റ്റ് നമ്മൾ പറയുന്ന ഒരു നെറ്റ്വർക്കാണ് ലാൻ. ലാനും വാനും നമ്മളിത് സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ. അതിൽ ഏറ്റവും ചെറിയ നെറ്റ്വർക്കാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഏറ്റവും ചെറിയ പറഞ്ഞാൽ നമ്മൾ ഉള്ളതിൽ, അതായത് നമ്മൾ പഠിക്കുന്ന കോമൺ ആയിട്ട് കേൾക്കുന്നതിൽ ബോഡി ഏരിയ നെറ്റ്വർക്ക് അതിലേക്കാളും താഴെ തന്നെയാണ്. പക്ഷേ കോമൺ ആയിട്ട് പറഞ്ഞാൽ ലാനാണ്. ലാൻ ഓർ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഈസ് എ വയേർഡ് നെറ്റ്വർക്ക് സ്പ്രെഡ് ഓവർ എ സിംഗിൾ സൈറ്റ് ലൈക്ക് എൻ ഓഫീസ് ബിൽഡിംഗ് ഓർ മാനുഫാക്ചറിങ് യൂണിറ്റ്. അതായത് ഒരു ലാൻ എന്ന് പറയുന്ന ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്. ഒരു 100 മീറ്ററിൻ്റെ പുറത്തേക്ക് പോവാത്തൊരു നെറ്റ്വർക്കാണ്. ഏറ്റവും ആ ഒരു ഏരിയയിൽ, അതായത് ഇപ്പോൾ ഒരു ഓഫീസാണെങ്കിൽ ഓഫീസിൻ്റെ ഉള്ളിൽ, നമ്മുടെ ഒരു കോളേജ് ആണെങ്കിൽ ആ ഒരു കോളേജിൻ്റെ ഉള്ളിൽ, ആ കോളേജിലെ ഓരോ സെക്ഷനിലും ഓരോ സിസ്റ്റം ഇരിക്കുന്നുണ്ടെങ്കിൽ അവയെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് ബികോൺ ഡിപ്പാർട്ട്മെൻറ്റ്,
BC ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, പ്രിൻസിപ്പൽ റൂം, അങ്ങനെ എല്ലായിടത്തും സിസ്റ്റം വെച്ച് പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാം. അതൊരു ലിമിറ്റഡ് ഏരിയ മാത്രമേ കവർ ചെയ്യുള്ളൂ. LAN is a setup to when team members need to share software and hardware resources with each other but not with the outside world. അവരുടെ ഇടയിൽ തന്നെ എന്താണ് പരസ്പരം കണക്ട് ചെയ്യുക, പുറത്തുള്ളൊരു ഇതുമായിട്ട് ഒരു കണക്ഷനും ഇല്ല, നമ്മുടെ ആ ഉള്ളിൽ പരസ്പരം കണക്ട് ചെയ്യാം. അത്തരം നെറ്റ്വർക്കുകളാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ടിപ്പിക്കൽ സോഫ്റ്റ്വെയർ റിസോഴ്സ് ഇൻക്ലൂഡ് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ്, യൂസർ മാനുവൽസ്, എംപ്ലോയി ഹാൻഡ് ബുക്ക് എക്സെട്ര. ഒഫീഷ്യൽ കാര്യങ്ങൾ, പിന്നെ മാനുവൽസ്, ഹാൻഡ് ബുക്ക്, ഇതൊക്കെ തന്നെ നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാൻ കഴിയും. ഓഫീസിലായാലും കോളേജിലായാലും ബാങ്ക് ഇടപാടുകൾക്ക് ആ ഒരു നിശ്ചിത ഏരിയയിലേക്ക് മാത്രം ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇപ്പോൾ ഓഫീസിലാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ഓഫീസിലാണെങ്കിൽ പ്രിൻസിപ്പാളിന് ആവശ്യമുണ്ടെങ്കിൽ അത് എന്താ ഷെയർ ചെയ്യാൻ കഴിയും. അതൊക്കെ തന്നെ അത് മെയിൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് എന്താണ് വയേർഡ് നെറ്റ്വർക്ക് വഴി പരസ്പരം ഏത് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻസ് ഗെയിൻ ചെയ്യാൻ കഴിയും. അതാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ള കണ്ടില്ല, ഒരു സെർവർ ഇതാ, മറ്റൊരു സെർവർ ഇതാ, പിന്നെ ഹബ്ബ് ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കണക്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് എന്താണ് ഒരു പ്രിൻ്റർ ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു മൊബൈൽ ഫോണ്, ഈ വൈഫൈന്ന് ഒരുപാട് കണക്ഷൻ ഉണ്ട്. ടാബ്ലറ്റിക്കുണ്ട്, ഒരു ലാപ്ടോപ്പിക്കുണ്ട്, ഒരു മൊബൈലിക്കുണ്ട്, പിന്നെ സിസ്റ്റത്തിക്കുണ്ട്, പിന്നെ അതിന് റൂട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. റൂട്ടറിന് അങ്ങനെ പരസ്പരം കണക്ട് ചെയ്ത് ഒന്നും തന്നെ നമുക്കറിയാം. ഇപ്പോൾ ലാബിലാണെങ്കിൽ വൈഫൈ ഉണ്ട്, ആ വൈഫൈ നമുക്ക് എല്ലാവർക്കും കണക്ഷൻസ് എടുക്കാൻ കഴിയും. മൊബൈലിലേക്കായാലും ടാബ്ലറ്റിക്കായാലും അവിടെയുള്ള ഓഫീസ് നമ്മുടെ ലാബിലെ സിസ്റ്റത്തിക്കായാലും എല്ലാം എടുക്കാം. അങ്ങനെ ഷെയറിങ് സിസ്റ്റം വഴി ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. റൂട്ടറിൽ നിന്ന് അങ്ങനെയുള്ള ഇൻ്റർനെറ്റിലെ ആവശ്യങ്ങൾ നടക്കും. ഇൻ്റർനെറ്റ് എന്ന് കണ്ടില്ലേ, ഇൻ്റർനെറ്റ് കാണിക്കാനാണ് ഈ ഒരു ഗൂഗിൾ ഇട്ടിട്ടുള്ളത്. വൈഫൈ ആയാലും എല്ലാം എന്താണ് ഇൻ്റർനെറ്റാണ്. അതിൻ്റെ ഒരു എന്താ പറയുക ഇൻ്റർഫേസായിട്ട് ആക്ട് ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങനെയാണ് സംഭവം. ഇതാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ശരിക്കും ഒരു ലാബിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചോദിക്കും, ഇവിടെ ഏത് നെറ്റ്വർക്കാണ്, ലോക്കൽ ഏരിയ ആണോ LAN ആണോ ചോദിക്കാറുണ്ട്. ഇത് കേൾക്കുന്നൊരു ഇതാണ്. അപ്പോൾ LAN എന്ന് പറഞ്ഞാൽ അതാണ് വയേർഡ് ആയിട്ടുള്ള നെറ്റ്വർക്കാണ് LAN. A LAN may be set up using wired or wireless connection. A LAN that is completely wireless is called wireless LAN or WLAN. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് വയർലെസ് LAN എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ലാബിലത്തത് അങ്ങനെയല്ല, വയേർഡാണ്. പക്ഷേ വയർലെസ് ആയിട്ടുള്ളത് ഉണ്ട്. വയർലെസ് LAN യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് ഈസി ആയിട്ട് ഇൻഫർമേഷൻസ്. വയർലെസ് LAN വന്നതോടുകൂടി സ്പീഡും കൂടി. സാധാ ഒരു ലാൻഡ് സ്പീഡല്ല, സ്പീഡ് കൂടുകയാണ് ചെയ്തതല്ല, കുറയല്ല. പക്ഷെ അതിൻ്റേതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസുകളുണ്ട് WLAN. അപ്പോൾ WLAN എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇൻ കേസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലേറ്റസ്റ്റ് ഇപ്പോൾ അടുത്ത് വന്നതല്ലെങ്കിൽ പോലും എന്താണ് നമ്മുടെ സിലബസുകൾ WLAN പൊതുവെ കാണാറില്ല. അപ്പോൾ LAN എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വയേർഡ് നെറ്റ്വർക്കാണ്. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് എന്താണ് അത് വയർലെസ് നെറ്റ്വർക്ക് കൂടി വന്നിട്ടുണ്ട്. അതിനെയാണ് WLAN എന്ന് പറയുക. അപ്പോൾ LAN എന്ന് പറയുന്നത് മൊത്തമായിട്ടും വയർലെസ് ആണ് എങ്കിൽ അതിനെന്ത് പറയാം WLAN. കാരണം അത്രയും ചെറിയ നെറ്റ്വർക്ക് ഏരിയയാണ് കവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ LAN എന്ന് പറയുമ്പോൾ പഠിക്കുമ്പോൾ തന്നെ എന്താണ് ഇറ്റ്സ് എ വയേർഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടാണ് പഠിക്കുക. കാരണം അതിൻ്റെ മുകളിലുള്ള മാനായാലും അത് മാനും വാനൊക്കെ പറയുമ്പോൾ വാനൊക്കെയാണ് പറയുമ്പോഴാണ് വയർലെസ് പറയുക. അതായത് സാറ്റലൈറ്റ് വഴിയായാലും മറ്റു വഴിയായാലും. അപ്പോൾ ഇതുപോലും എന്താണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് പോലും വയർലെസ് ആയി മാറി. അതാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് വാൻ പഠിക്കാം. വാൻ അല്ലെങ്കിൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അതൊരു ജിയോഗ്രഫിക്കൽ ഏരിയ മൊത്തമായിട്ട് കവർ ചെയ്യാൻ, ഈ ഒരു കോണ്ടിനെൻറ്റ് അല്ലെങ്കിൽ ഒരു കൺട്രി, ഇപ്പോൾ ഇന്ത്യ പോലുള്ള ഒരു രാജ്യം മൊത്തം കവർ ചെയ്യാൻ, അല്ലെങ്കിൽ ഏഷ്യ എന്നുള്ള ഒരു ഭൂഖണ്ഡം മുഴുവൻ കവർ ചെയ്യാൻ കഴിയുന്ന ഒരു നെറ്റ്വർക്കാണ് വാൻ. ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ മുഴുവനായിട്ടും കവർ ചെയ്യാൻ കഴിയുന്നതാണ് വാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വയർലെസ് കണക്ഷനായിരിക്കും. നമുക്കറിയാം ഒരു വലിയ ഏരിയ കവർ ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ് അത്രയും അത് വയർലെസ് ആയിരിക്കും. സാറ്റലൈറ്റ് വഴിയോ അങ്ങനെയുള്ള വേവ്സ് വഴിയാണ് വയർലെസ് കണക്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറയുന്നത് ലോക്കൽ ഏരിയ, ഒരുപാട് ലോക്കൽ ഏരിയാസ് കൂടി ചേർന്നതാണ് ഒരു വൈഡ് ഏരിയ. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒന്ന് വന്നിരുന്നതാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അതിപ്പോൾ നമ്മുടെ സിലബസിൽ പറയുന്നില്ല, എന്നാലും ഞാൻ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു. ലാൻഡിനെയും വാനിനെയും കൂടി കണക്ട് ചെയ്യുന്നതായിരുന്നു വാൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ മാൻ എന്ന് പറയുമ്പോൾ മെട്രോപൊളിറ്റൻ ഏരിയ എന്നുണ്ട്. നമ്മുടെ കേബിൾ ടി വി നെറ്റ്വർക്കുകളൊക്കെ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയ ആണെങ്കിൽ ഇപ്പോൾ ഒരു തിരൂർ സിറ്റി, ഒരു സിറ്റി കവർ ചെയ്യുന്ന അങ്ങനത്തെ ഒരു സിറ്റി മൊത്തമായിട്ട് കവർ ചെയ്യാൻ കഴിയുന്ന അത്തരത്തിലുള്ള നെറ്റ്വർക്ക്സിനെയാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ ലാനും വാനും കൂടി ചേർത്തിട്ട് അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടാണ് മാൻ പ്രവർത്തിച്ചിരുന്നത്. വാൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെയും എല്ലാം കൂടി ചേർത്ത് സിറ്റീസും ലാൻഡുകളും എല്ലാം കൂടി ചേർന്നതായിരുന്നു വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ വൈഡ് ഏരിയ നെറ്റ്വർക്കും ഈ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കും ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്കും എല്ലാം കൂടി ചേർന്നാൽ നമുക്കറിയാം അതൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ എന്താണെങ്കിൽ പറയാം. ഇൻ്റർനെറ്റായി മാറി. ഇൻ്റർനെറ്റിൽ നമുക്ക് എന്താണ് എല്ലാം ഉണ്ട്. ഒരു ചെറിയ ഏരിയ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു സിറ്റി മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ജോഗ്രഫിക്കൽ ഏരിയ മൊത്തമായിട്ടല്ല, എന്താണ് മുഴുവനായിട്ടും എല്ലാതും ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ വൈഡ് ഏരിയ നെറ്റ്വർക്കിൻ്റെ കൂടി നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. വാൻ ഈസ് എ ടിപ്പിക്കൽ നെറ്റ്വർക്ക് ഓഫ് മെനി ലാൻഡ്സ് മാൻസ് ആൻഡ് വാൻ. ശരിയാണ്. വാൻ എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് നെറ്റ്വർക്കുകൾ, ലാൻഡ് നെറ്റ്വർക്കിൻ്റെ, മാൻ നെറ്റ്വർക്കിൻ്റെ, വാൻ നെറ്റ്വർക്കിൻ്റെ കൂടി ചേർന്നതാണ് വാൻ എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ഈസ് സെറ്റപ്പ് യൂസിങ് വയർഡ് ഓർ വയർലെസ് കണക്ഷൻ ഡിപ്പെൻഡിങ് ഓൺ അവൈലബിലിറ്റി ആൻഡ് റിലയബിലിറ്റി. ശരിക്കും പറഞ്ഞാൽ വാൻ എന്ന് പറഞ്ഞാൽ വയർലെസ് ആണ്. അത്ര വലിയ ജോഗ്രഫിക്കൽ ഏരിയ കവർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് വയർലെസ് ആണ്. പിന്നെ വയേർഡാണെന്ന് പറയാൻ കാരണം ഇതിനുള്ളിൽ ചെറിയ അതായത് ഈ വാനിൻ്റെ ഉള്ളിൽ തന്നെയാണ് ലാനും മാനൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഈ ലാനും മാനൊക്കെ എന്താണ് ചിലപ്പോൾ വയേർഡായിരിക്കാം, ചിലപ്പോൾ നല്ല വയേർഡാവും. അതുകൊണ്ടാണ് ഇതിൻ്റെ വയേർഡെന്ന് പറയാൻ കാരണം. അല്ല ടോട്ടലി പറയുമ്പോൾ ദിസ് എ വയർലെസ് കണക്ഷൻ. വയർ യൂസ് ചെയ്തുകൊണ്ട് ലാനോ മാനൊക്കെ കണക്ട് ചെയ്യാതെ മാത്രം. ഒരു വയർലെസ് ഒരു വാനിൻ്റെ ഫിഗർ കൊടുത്തുന്നുള്ളൂ. ഒരു ജോഗ്രഫിക്കൽ ഏരിയ മൊത്തമായിട്ട് കവർ ചെയ്യാൻ കഴിയുന്ന ഒരു കണക്ഷൻ കാണിച്ചെന്നുള്ളൂ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇത്രയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എന്താണ് നെറ്റ്വർക്ക് എന്നും ഏത് ക്രൈറ്റീരിയ വെച്ചുകൊണ്ടാണ് നെറ്റ്വർക്കിനെ ഡിവൈഡ് ചെയ്യണമെന്നും പഠിക്കുക, ലാനും വാനും പഠിക്കുക. മറ്റേതൊക്കെ ജസ്റ്റ് പറഞ്ഞതേ മാനൊന്നും നിങ്ങളുടെ സിലബസിൽ പറയുന്നില്ല. പക്ഷേ ലാനും വാനും പറയുമ്പോൾ മാനും പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് മാനും കൂടി പറഞ്ഞെന്നുള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.